നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. മിന്നും വിജയം നേടിയ UDF മന്ത്രിസഭാ രൂപവൽക്കരണ ചർച്ചകളിലേക്ക്. ആര് മുഖ്യമന്ത്രിയാകണമെന്നതിലാണ് ആകാംക്ഷ. സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവാണ് സർക്കാരിനെ നയിക്കേണ്ടത്. എന്നാൽ ഇക്കുറി സാഹചര്യങ്ങൾ അങ്ങനെയല്ല. MLA-മാരുടെയും പ്രധാന നേതാക്കളുടെയും ഘടകകക്ഷികളുടെയും അഭിപ്രായം തേടിയ ശേഷമാകും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനം. ഇതിനായി നിരീക്ഷകർ ഉടൻ സംസ്ഥാനത്തെത്തും. പടനയിച്ച സതീശൻ തന്നെ സർക്കാരിനെ നയിക്കണമെന്ന താൽപ്പര്യം പാർട്ടി അണികൾക്കുണ്ട്. ഇത് എളുപ്പത്തിൽ അവഗണിക്കാൻ നേതൃത്വത്തിന് കഴിയില്ല. സതീശന്റെ നിലപാടുകളാണ് വിജയത്തിൽ നിർണായകമായതെന്ന ചിന്തയും അണികൾക്കുണ്ട്. MLA-മാരിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിനൊപ്പമാണ്. എന്നാൽ അദ്ദേഹം നേരിട്ട് സർക്കാരിനെ നയിക്കാൻ രംഗത്തിറങ്ങുമോ എന്നത് വ്യക്തമല്ല. പരിചയസമ്പന്നൻ, മുതിർന്ന നേതാവ് എന്നീ നിലകളിൽ ചെന്നിത്തലയെ പരിഗണിക്കണമെന്ന സമ്മർദ്ദവുമുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനമാകും ഇക്കാര്യത്തിൽ അന്തിമം. കേരള ചുമതലയുള്ള ദീപാദാസ് മുൻഷി സംസ്ഥാനത്തുണ്ട്. മറ്റന്നാൾ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നേക്കും. തുടർന്ന് നേതാക്കൾ ഡൽഹിയിലേക്ക് പോകും. മെയ് 10-നകം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിജയാന്തരീക്ഷം വഷളാകാതെ തീരുമാനമെടുക്കുമെന്നാണ് നേതാക്കൾ പറയുന്നത്. ഇതിനൊപ്പം മന്ത്രിസഭ രൂപവൽക്കരണ ചർച്ചകളും നടക്കും. ഘടകകക്ഷികളുമായി മന്ത്രിമാരുടെ എണ്ണത്തെക്കുറിച്ചും ചർച്ചകളും വൈകാതെ നടക്കും. മിന്നുന്ന വിജയം നേടിയ മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ നൽകേണ്ടി വന്നേക്കും. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 2 മന്ത്രിസ്ഥാനം ലഭിച്ചേക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.